അപ്പോൾ നമ്മുടെ കൊൽക്കത്ത മുംബൈ മത്സരം അതിഗംഭീരമായ രീതിയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഏകപക്ഷീയമായ രീതിയിലാണ് മുംബൈ ഇന്ത്യൻസ് വിജയിച്ചതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റണമെന്നില്ല. പക്ഷെ ഞാനത് ചില കാരണങ്ങളാൽ വ്യക്തമാക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു ടീം ടോട്ടൽ കെട്ടിപ്പടക്കുന്നതിൽ 220 എന്ന് പറയുന്ന റൺസ് മുംബൈ ഇന്ത്യൻസിനെതിരെ ഇന്നലെ വെച്ചത് വളരെ ചെറിയ സ്കോറായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം തുടക്കത്തിൽ ആദ്യത്തെ 10 ഓവറിൽ ഏകദേശം 126 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത അതായത് കൊൽക്കത്ത, അതിനുശേഷം ഉണ്ടായ 10 ഓവറിൽ 100 റൺസ് മാത്രമേ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ഒരു റൺസ് പോരായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ മുംബൈക്കെതിരെ ജയിക്കാൻ. കാരണം വിരമിച്ച് കഴിഞ്ഞിട്ട് ഒരു വർഷത്തിലധികമായെങ്കിലും അല്ലെങ്കിൽ 2 വർഷത്തിലധികം ആയിട്ടുണ്ടെങ്കിലും രോഹിത് ശർമ്മയെ പോലുള്ള ഇതിഹാസങ്ങളുള്ള അല്ലെങ്കിൽ അതായത് മുംബൈ ഇന്ത്യൻസിന് ഒരുപാട് അതായത് ബാറ്റിംഗ് വാലറ്റം വരെ ബാറ്റിങ്ങുള്ള അതിശക്തരായിട്ടുള്ള ഒരു ടീമിനെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ടീം എന്താണോ അതിൻ്റെ തനി പകർപ്പാണ് മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടീമിനെതിരെ മത്സരിക്കുമ്പോൾ കൊൽക്കത്തയ്ക്ക് ഇന്നലെ ഒരു 20-30 റൺസിൻ്റെ കുറവുണ്ടായിരുന്നാണ് എനിക്ക് ഏകപക്ഷീയമായിട്ട് തോന്നിയത്. എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അതിനെന്തായാലും ഇന്നലെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അവസാനം അതായത് സ്കോർ 220 എത്തിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്കൊന്ന് ചെറിയ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു, റൺസ് സ്കോർ ചെയ്യുന്നില്ല. അതുപോലെ അതായത് അറിയാലോ, ബുംറ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ റൺസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ലോക ക്രിക്കറ്റിൽ ഇനി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ പോലും ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ ഡെത്ത് ഓവറിലും അതുപോലെ ക്രൂഷ്യലായിട്ടുള്ള ഓവറിലൊക്കെ ബോൾ എറിയുന്നത് കാണണം. ഇന്നലെ അദ്ദേഹം 12 യോർക്കറുകൾ എറിഞ്ഞത്. അപ്പോൾ ഒരു മത്സരത്തിൽ 24 ബോളിൽ 12 യോർക്കർ എറിയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. കാരണം വെച്ചാൽ ഇയാളൊരു മനുഷ്യനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വൈഭവ് സൂര്യവംശിയുടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ ഇയാൾ വല്ല എന്തോ ജിന്നോ ഏലിയനോ എന്തോ സാധനമാണ്. കാരണം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനൊരു ഇതിഹാസം ഉണ്ടാവില്ല. കാരണം 160 പന്തെറിഞ്ഞ് അതായത് ലോക ഇതിഹാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സാധനം അതിന് ലോക ക്രിക്കറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അതേപോലെ നമ്മുടെ രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ്, അതായത് 38 ബോളിൽ 78 റൺസ്. അതായത് നമ്മുടെ വിരാട് കോഹ്ലി 38 പന്തിൽ 69 റൺസ് എടുത്തിട്ട് ആൾ കഴിഞ്ഞ കളിയിൽ ടോപ്പ് സ്കോററായി. പിന്നെ ഇപ്പോൾ നമ്മുടെ അതേപോലെ തന്നെ രോഹിത് ശർമ്മ 78 റൺസ് സ്കോർ ചെയ്തു. കാരണം ഇവർ രണ്ടുപേരും നമ്മൾ എടുത്ത് മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ 2024 T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിന് ശേഷം ഇവർ രണ്ടുപേരും T20 മത്സരത്തിൽ അതായത് കഴിഞ്ഞ വർഷത്തെ IPL ഫൈനലിന് ശേഷം വിരാട് കോഹ്ലിയും അതേപോലെ കഴിഞ്ഞ IPL ശേഷം നമ്മുടെ രോഹിത് ശർമ്മയും T20 മത്സരങ്ങൾ കളിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ വിരമിച്ച കളിക്കാരായിട്ടും ഇത്രയും നല്ല രീതിയിൽ അതായത് ഏജ് കൂടുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു, അതായത് പഴകും തോറും വീര്യം കൂടുന്ന ഒരു വീഞ്ഞൊക്കെ ഇല്ലേ, അപ്പം അതുപോലെയാണ് എനിക്ക് ഇന്നലത്തെ മത്സരത്തിലും അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ വിരാട് കോഹ്ലിയും പെർഫോമൻസ് കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ ഏതായാലും അടുത്ത മത്സരങ്ങളിലും പറയാൻ പറ്റില്ല. ഈ വർഷത്തെ ലീഡിങ് അതായത് റൺ സ്കോറേഴ്സ് ആരാന്ന് വെച്ചാൽ ചിലപ്പോൾ ടോപ്പ് 1 2 ഉണ്ടാകുന്നത് ചിലപ്പോൾ ഇതേ 2 ഇതിഹാസങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഏതായാലും ഇന്നലത്തെ മത്സരം ശരിക്കും പറഞ്ഞാൽ KKRനെ സംബന്ധിച്ച് വളരെ ദുരന്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബോളിംഗ് അതായത് മുസ്തഫീസ് റഹ്മാനെ ടീമിൽ നിന്ന് പുറത്താക്കിയ അന്ന് മുതൽ KKRന്റെ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആളെ നമ്മൾ ഒഴിവാക്കിയ അതൊരു ബംഗ്ലാദേശ് കളിക്കാരൻ, ആ വിഷയങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് പ്ലെയേഴ്സിന് പരിക്ക് പറ്റുന്നു. അതുപോലെ അവർക്ക് ബോൾ എറിയാൻ ആളില്ല. ഇന്നലെ കണ്ടേ വന്നവരും പോയവനും തല്ലുകൊടുന്നു. അതേപോലെ നമ്മൾ മിസ്റ്ററി സ്പിന്നറായിട്ടുള്ള നമ്മുടെ വരുൺ ചക്രവർത്തി, ആൾക്ക് എന്താ പറ്റിയതല്ല, നമ്മൾ അഭിഷേക് ശർമ്മയുടെ സെയിം പാറ്റേൺ ആയിട്ടാണ് ആൾ പോകുന്നത്. അതായത് T20 1-ാം നമ്പർ റാങ്കുകാർക്ക് എന്തോ ഒരു മാരണം വെച്ചിട്ടുണ്ടെന്ന് പറയില്ലേ, അപ്പം അങ്ങനെ എന്തോ ഒരു സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ വരുൺ ചക്രവർത്തിക്ക് നല്ല രീതിയിൽ തല്ലി കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ എന്താ പറയുക സുനിൽ നാരായണായാലും എല്ലാവർക്കും അതായത് എല്ലാവരും തല്ലുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈനപ്പ് വെച്ച് നോക്കുമ്പോൾ KKRന് ഈ ഒരു വർഷം വളരെ അതായത് 300 സ്കോർ ചെയ്താലും ഇപ്പോൾ നമ്മുടെ 2023 അതായത് നമ്മുടെ RCBക്ക് ഉണ്ടായിരുന്ന അവസ്ഥയുണ്ട്. വെച്ചാൽ RCB ഒരു 250 എടുത്തു കഴിഞ്ഞാലും ഓപ്പോസിറ്റ് വരുന്ന ടീമിനെ ചേസ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു ബൗളിംഗ് ലൈനപ്പ് ഉണ്ടായിരുന്ന ടീമുണ്ട് RCB. പക്ഷെ ഇന്നത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മുംബൈ ഈ സീസണിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ടീമാണെന്ന് ഇന്നലെ തന്നെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എവിടെ വെച്ചാണോ കഴിഞ്ഞ വർഷം നിർത്തിയത് അവിടെ വെച്ച് തന്നെ ഈ വർഷം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റുകൊണ്ടേ തുടങ്ങുമെന്നുള്ള ആ ഒരു ഡയലോഗ് ഇനി പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഇന്നത് ജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചരിത്രം ഇനി തിരുത്തുമോ അല്ല എന്താ പറയുക താഴോട്ടേക്കാണ് മുകളിലോട്ടാണ് ഇവരുടെ പോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന മത്സരങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതായാലും വിരമിച്ച 2 കളിക്കാരും ഇന്ന് അതായത് IPL ഭരിക്കുന്നു എന്ന കാര്യത്തിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് കാണാം.